ഹലോ. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു നേച്ചർ വ്യൂവിലാണ് കേട്ടോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സീനറിയാണ്. മീൻസ് കാർമേഘമെല്ലാം മൂടിക്കെട്ടി നല്ല പച്ചപ്പും ഒക്കെ കൂടി ഭയങ്കര നല്ലൊരു എന്താ പറയുക, നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടാകുമ്പോഴൊരു വ്യൂ ഇല്ലേ, അങ്ങനത്തെ ഒരു വ്യൂ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അമ്പലത്തിലോട്ടാണ്. കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് പോകുന്നത്. പൂജ എന്ന് പറഞ്ഞാൽ വലിയ പൂജ എന്നല്ല, ഒരു പുഷ്പാഞ്ജലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുന്ന റോഡ് കുറച്ച് വഴുക്കാണ്. അപ്പോൾ ഞാൻ മുകളിലോട്ട് നടന്നിട്ട് മുകളിൽ നിന്നാണ് വണ്ടിയിൽ കയറിയിട്ട് പോകുന്നത്. ആകാശം നോക്കി എന്ത് ഭംഗിയാലേ. ഇങ്ങനത്തെ സീനറീസാണ് നമ്മൾ ടൂറെല്ലാം പോയിട്ടാകുമ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കാണുമ്പോൾ ഭയങ്കര ഇതല്ലേ. പക്ഷേ ശരിക്കും നമ്മളെ നാട്ടിലും ഇങ്ങനത്തെ വ്യൂ ഉണ്ടല്ലേ. ഇപ്പോൾ പിന്നെ മഴയെല്ലായതുകൊണ്ട് ഇവിടെ നിന്ന് ഫുള്ള് കാടെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പോവുകയാണ്, നമ്മുടെ യാത്ര ഇങ്ങനെ തുടരാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മളെ റോഡ് സൈഡിലുള്ള വീടും കാര്യങ്ങളെല്ലാം ആണ്. ഇപ്പം നമ്മൾ നേരെ പോകുന്നതാ നമ്മുടെ മൂന്നാംകടവ് പുഴയിലേക്ക് എത്തിച്ചിട്ട്. പുഴയുടെ ഭാഗത്തിൽ എൻ്റെ അമ്മ എന്തെന്നാണിത് കാണാൻ. നോക്കിയാണ്ട് ഫുള്ള് കാർമേഘമെല്ലാം കെട്ടി അടിപൊളി. നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, നമ്മളെ മൈൻഡ് ഭയങ്കര പ്ലസൻ്റായ പോലെയാണ്. അപ്പോൾ നമ്മളെ കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ ആ ഒരു മെയിൻ കവാടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ബസ്, നമ്മളെ റോട്ടിൽ കൂടി പോകുന്ന ബസ്സും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബസ്സിൻ്റെ പുറകെ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ അമ്പലത്തിലെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ പോകുന്ന ദിവസമൊന്നും അങ്ങനെ വലിയ തിരക്കുണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്ക് മനസ്സ് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പോയിട്ടുണ്ടായാൽ തിരക്കുണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ഇതല്ലേ, നമുക്കെന്ന് വെച്ചാൽ നമുക്കെന്നെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റില്ല. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. എനിക്കങ്ങനെ തിരക്കില്ലാണ്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ പോയിട്ടാകുമ്പോൾ. തിരക്കുണ്ടെങ്കിൽ അത്ര ഇതിൽ നമുക്ക് ഒരു തൃപ്തിയാവില്ല. അങ്ങനെയാണ്. നമ്മൾ അവിടെ ചെരുപ്പെല്ലാം ഊരി വെച്ചിട്ട് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഇന്ന് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ വലിയ തിരക്കല്ല, എന്നാലും കുറച്ച് ആൾക്കാർ, കുഴപ്പമില്ല. അമ്പലമാകുമ്പോൾ കുറച്ച് ആൾക്കാർ വേണ്ടേ അല്ലേ. പിന്നെ നമ്മൾ മാത്രം പോയാൽ ശരിയാവില്ലല്ലോ. പക്ഷെ എന്നാലും നമുക്ക് സ്വസ്ഥമായിട്ട് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം പുഷ്പാഞ്ജലിയുടെ രസീതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് അതിൻ്റെ രസീതും കാര്യങ്ങളൊക്കെ ആക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആ ഷാള് അത് കുരുങ്ങാത്ത സ്ഥലമില്ല. അത് എനിക്ക് തോന്നുന്നു ആ മെറ്റീരിയലിൻ്റെ കുഴപ്പമാണെന്ന് തോന്നി. ഇങ്ങനെ ഒഴുകി നിൽക്കുന്നതുകൊണ്ട് അത് നമ്മൾ പിടിച്ചെടുക്കാൻ നിൽക്കുന്നില്ല. അതെനിക്ക് വല്ലാണ്ട് ഇങ്ങനെ ഇതായി പോയിട്ടാന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഷാൾ ഇട്ടാൽ അത് ഇട്ടെടുക്ക് നിൽക്കണം. അത് ഇങ്ങനെ ഒഴുകി നിൽക്കുന്നതാകുമ്പോൾ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഭ്രാന്ത് വരും. അങ്ങനെയാണ്. അപ്പം നമ്മളത് തൊഴുതു. അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് പുറത്തുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് നടന്നു. അവിടെ ഒരുപാട് ഇങ്ങനെ നമ്മളുടെ കുട്ടി ഇങ്ങനെ വിഗ്രഹങ്ങൾ പോലെയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ വിഗ്രഹങ്ങൾ പോലെ ചെയ്തു വെച്ചതും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ശിവൻ്റെ ഒരു വിഗ്രഹം പോലെ, പിന്നെ നമ്മളുടെ വിഷ്ണുമൂർത്തി അല്ലേ, അല്ല വിഷ്ണുമൂർത്തി അല്ല, നമ്മളുടെ ചാമുണ്ഡി അമ്മയല്ലേ അത്. അങ്ങനെ കുറച്ച് പെയിൻറ്റിങ്സും വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പത്മനാഭൻ്റെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ കണ്ടിട്ട് ഞാൻ മോന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഇങ്ങനെയല്ലാന്ന് ഇങ്ങനെ അത് തിരിയുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. എന്നാലും വെറുതെ പറഞ്ഞു കൊടുത്തു, ഇതാണ് തമ്പാച്ചിയാണ് അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ ഇത് അവിടുത്തെ മീൻകുളമാണ്. അത്യാവശ്യം കുറച്ച് ചെറിയ മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ മീനില്ല, ചെറിയ നമ്മളെ മീൻ മാത്രമേ ഉള്ളൂ.
ഇത് വേറൊരു സ്ഥലമുണ്ട് നമ്മുടെ ഇവിടെ തന്നെ, ആമക്കുളം എന്നെല്ലാം പറയും. അവിടെ എന്ന് വെച്ചാൽ വലിയ ആമയും മീനും എല്ലാം വന്നിട്ടുള്ളത്. ഒരു ദിവസം ഞാൻ അവിടെയും കൂടി പോയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം എന്തായാലും. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങായി. ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല, കാരണം വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നദാനം കഴിക്കാൻ നിന്നില്ല, നമ്മൾ ഇറങ്ങിയിട്ട് പോവുക. അപ്പോൾ അതിൻ്റെ സൈഡ് കൂടിയാണ് നമ്മളുടെ ഈ ഉറവയല്ല, ഇങ്ങനെ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ഓളിയ വാർത്തിട്ട് അതിൽ കൂടിയാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ വെള്ളം വരുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അമ്പലം ആ വെള്ളം വരുന്ന ആ ഒരു സൗണ്ട് ഇതെല്ലാം ഭയങ്കര ഒരു വൈബാണ്. നമുക്ക് എന്ത് ടെൻഷൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ആടെ തീരും അത്, ഇങ്ങനത്തെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ പ്രകൃതിക്കും ഒരു മ്യൂസിക് ഉണ്ട് എന്ന് പറയില്ലേ, അതുതന്നെയാണ് കേട്ടോ ശരിക്കും. അങ്ങനെ അതെല്ലാം നമ്മൾ കുഞ്ഞൂസും എല്ലാം നോക്കി കണ്ട് പഠിക്കുന്നുണ്ട്, എന്താണ് എങ്ങനെയാണ് എന്നെല്ലാം ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മാവേലിക്ക് പോകാനുണ്ടായിന്, കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാവേലിയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ കുഞ്ഞൂസാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ ബാസ്ക്കറ്റിലിടുന്ന ഡ്യൂട്ടി ഓനാണുണ്ടായത്. ഓന് ഭയങ്കര, എല്ലാവരും ഇടുമ്പോൾ ഓന് ഭയങ്കര ഒരു ആഗ്രഹം ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞിട്ട്. അത് പൊന്തുന്നും പോലും ഇല്ല, എന്നാലും കഷ്ടപ്പെട്ട് അത് ഇടുന്നൊരു റീലാണ് കിട്ടുണ്ടായത്. മാവേലിയിൽ ഇന്ന് വലിയ തിരക്കുണ്ടായിട്ടില്ല കേട്ടോ, അതും എനിക്ക് ഭയങ്കര സമാധാനമായി. എനിക്ക് എവിടെ പോയാലും തിരക്കില്ലാണ്ടായാലും അത്ര സമാധാനമാണ്. മാവേലിലും വലിയ തിരക്കൊന്നുമില്ല, നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു ഇതിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, വീഡിയോസൊന്നും എടുത്തില്ല. വരുന്ന വഴിക്ക് മഴ നനഞ്ഞിട്ട് കോട്ടിടാൻ വേണ്ടി നിർത്തിയിട്ടാകുമ്പോണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ആരോ കൊണ്ടിട്ടതാണ് കേട്ടോ, കുറച്ച് നായ്ക്കുഞ്ഞുങ്ങളെ. അത് കഴിഞ്ഞിട്ട് കോട്ട് ഇട്ട്, പക്ഷെ കോട്ടിടാൻ വൈകിയോണ്ട് നമ്മൾ ഫുള്ള് നനഞ്ഞു കൂട്ടാൻ. നനഞ്ഞതിൻ്റെ കഴുത്തിലാണ് ഒരാളിവിടെ നിൽക്കുന്നത്, അതിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ആളെ കണ്ടില്ലേ. ഇപ്പം നനഞ്ഞതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അതിന് മൈൻഡാക്കണ്ട, കുറച്ച് കഴിഞ്ഞ് ശരിയായിക്കോളും. ഏട്ടനാണല്ലോ വണ്ടി ഓടിക്കുന്നത്, അപ്പോൾ ആദ്യം മുമ്പിലിരിക്കുന്നതൊക്കെ നല്ലോണം നനയില്ലേ, അപ്പോൾ അതാണ് അങ്ങനെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ വീട്ടിലോട്ട് പോകാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.